Guys, welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. അവളുമാരൊക്കെ ആലുവയിൽ സ്ട്രെയിറ്റ് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഞാൻ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അവളുമാരെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ബസ്സിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആലുവക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആലുവയിൽ എത്തിയേക്കാണ്. അപ്പോൾ ഇവളുമാരൊക്കെ വന്നിട്ടുണ്ട്. ഒരാളും കൂടി ഉണ്ട്, അവൾ വരും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സൊക്കെ നോക്കുവാണ്. വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും. അപ്പോൾ എല്ലാവരും പഠിച്ചാന്ന് ചോദിക്കണേണ് ഒറ്റ ടേക്കിൽ എടുക്കാൻ വേണ്ടി. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ വരുമെന്ന്. എല്ലാവരും ഒരേപോലെയൊക്കെ കളറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എന്നിട്ട് കൊരട്ടി ബസ് കയറിയിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ കൊരട്ടി എത്തി. അപ്പോൾ ഇവളുമാരിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം വിചാരിച്ചത് അവരുടെ വീട്ടിലോട്ട് പോകാമെന്നാണ്. പിന്നെ ഓർത്തു സ്ട്രെയിറ്റ് ഓഡിറ്റോറിയത്തിലോട്ട് തന്നെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നു. അപ്പോൾ വെയിലൊക്കെ അടിച്ച് സീനായതുകൊണ്ട് എല്ലാവരുടെയും മോറ് നല്ല അലമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്നൊന്ന് റെഡിയായൊക്കെ ചെയ്ത്. നല്ല ചൂടും കൂടി ആയതുകൊണ്ട് എല്ലാവരും വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൗഡറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഹാളിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഡെക്കറേറ്റ് ഒക്കെ ചെയ്തേക്കണം. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും പേര് എഴുതിയേക്കണതൊക്കെ നല്ലതായിരുന്നു. ഹർപ്രത, അപ്പു എന്നാണ് ചേട്ടൻ്റെ പേര്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങളുടേതായ പട്ടിഷോയൊക്കെ ഇറക്കി. പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. 3 വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ഗ്രേപ്സ് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നത് എന്തോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് മറന്നുപോയി. അപ്പം ഞാൻ ഗ്രേപ്സാണ് കുടിച്ചത്. പക്ഷെ ഭയങ്കര മധുരമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ചെന്നത്, അതുകൊണ്ട് ഭയങ്കര പോസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ വന്നു. പിന്നെ ഞങ്ങൾ അവക്കരുടെ അടുത്ത് കുറച്ച് നേരം പോയി. അവളാണെങ്കിൽ നല്ല ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവളെ പോയി ഒന്ന് കൂളാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനൊക്കെ വന്നു. അങ്ങനെ പിന്നെ ചെക്കനൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് അവളുടെ അനിയനാണ്. അങ്ങനെ ചേട്ടൻ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവളുടെ എൻട്രി ആയിരുന്നു. അവളുടെ മേക്കപ്പ് ആയാലും ഡ്രസ്സായാലും നല്ല രസമുണ്ടായിരുന്നു. അതായത് സിമ്പിളായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കോളേജിൽ പഠിച്ചപ്പോഴത്തേക്കും അവൾ ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഇടില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവരുടെ വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും റിംഗ് എക്സ്ചേഞ്ച് ആയിരുന്നു. 2 പേർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവളായാലും ചേട്ടനായാലും 2 പേരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവലോ അങ്ങനെ എന്തോ സാധനമാണെന്ന് തോന്നുന്നു. അതിങ്ങനെ അവർ കഴിച്ചു. ഇതാണ് അവരുടെ ഹോൾ ഫാമിലി. ചേട്ടൻ്റെ ഫാമിലി, അവളുടെ ഫാമിലി. പിന്നെ ചേട്ടനൊരു റിങ്ങൊക്കെ വെച്ച് അവളെ പ്രപ്പോസൊക്കെ ചെയ്ത് ഭയങ്കര റൊമാൻറ്റിക് സാധനമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പേരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. അതാണെങ്കിൽ നല്ല സൂപ്പർ കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയതുകൊണ്ട് വേഗം ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങളപ്പോൾ തിരിച്ച് എറണാകുളത്തോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കണം, വീഡിയോ റീലൊക്കെ എടുക്കണമുണ്ട്. ഞങ്ങൾ വേഗം പിന്നെ എറണാകുളത്തോട്ട് പോന്നു. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റീലൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പനമ്പള്ളിയിൽ വന്നേക്കാണ്. അപ്പോൾ ഇവളുമാരൊക്കെ ഉണ്ട്. അപ്പോൾ റീലൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇനി നമ്മൾ എന്താ പരിപാടി? ഇനി വെള്ളം കുടിക്കണം, ഫുഡ് അടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ബൈ.